ഉടുമ്പൻചോലയിൽ സേനാപതി വേണുവിന് അനായാസ വിജയമെന്ന കോൺഗ്രസിന്റെ വിലയിരുത്തൽ. മണ്ഡലത്തിലെ ഉടുമ്പൻചോല ഒഴിച്ചുള്ള 9 പഞ്ചായത്തുകളിലും UDF-ന് ലീഡ് ലഭിക്കുമെന്നും 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സേനാപതി വേണു വിജയിക്കുമെന്നും UDF സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് MN ഗോപി പറഞ്ഞു. UDF-ന്റെ നിയോജക മണ്ഡലം തലത്തിൽ നടന്ന യോഗങ്ങൾ മണ്ഡലാടിസ്ഥാനത്തിൽ വോട്ട് വിഭജനം ഏത് തരത്തിലായിരിക്കും എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായ പഠനവും വിശകലനം ചെയ്യുകയുണ്ടായി. UDF-ന് 10,000 വോട്ടിൽ കൂടുതൽ ഭൂരിപക്ഷം ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉടുമ്പൻചോലയിൽ ഉണ്ടായി എന്നുള്ളതാണ് കണ്ടെത്തൽ. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിൽ ഉടുമ്പൻചോല പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി 9 പഞ്ചായത്തുകളിലും UDF-ന് മേൽക്കോയ്മ ഉണ്ടാവും. ശക്തമായ മത്സരമായിരുന്നു. CPM-ൽ മറ്റൊരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത തരത്തിലൊരു അനിശ്ചിതത്വം പ്രവർത്തന രംഗത്ത് പ്രകടമായിരുന്നു. അത് പൊതുജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. മറ്റ് കാലഘട്ടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് CPM-ഉം അതിന്റെ പ്രവർത്തകരും ഏത് രീതിയിലാണോ പ്രവർത്തിച്ചിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്വാഭാവികമായ മരവിപ്പ് പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളത്തിലെമ്പാടുമുള്ള ഒരു തരംഗത്തിന്റെ പ്രതിഫലനവും ഉടുമ്പൻചോലയിൽ ഉണ്ടാവും. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും മുഴുവൻ നേതാക്കളും പ്രവർത്തകരും ഒന്നിച്ചു നിന്ന് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ വിജയത്തിന് കാരണമാകാൻ പോകുന്നത്.